ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കൊരു 3 മോഡ്യൂളിൻ്റെ അല്ലെങ്കിൽ സാധാ ചാർജിങ് സെക്ഷൻ്റെ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലഗ് സോക്കറ്റും ഓൺ വേ സ്വിച്ചും ഉപയോഗിച്ചിട്ട് പിന്നെ 3 പിൻ ടോപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഇൻവെർട്ടർ വെക്കാൻ എവിടെയാണോ തീരുമാനിച്ചിരിക്കുന്നത് ആ സ്ഥലത്തേക്ക് നമുക്ക് ഒരു പൈപ്പ് കൺസീൽ ചെയ്ത പൈപ്പോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത പൈപ്പോ നമ്മൾ കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ DBയിൽ 2 MCB നമ്മൾ സെപ്പറേറ്റ് ഇൻവെർട്ടറിന് വേണ്ടി മാറ്റി വയ്ക്കണം. ഒന്ന് ചാർജിങ്ങിന് വേണ്ടിയുള്ള MCB, ചാർജിങ് സെക്ഷന് വേണ്ടിയുള്ള MCB, രണ്ടാമത്തത് ഇൻവെർട്ടർ ഔട്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 വയറുകളാണ് വരുന്നത്. ഫേസ്, ന്യൂട്രൽ, എർത്ത്, പിന്നെ അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്. ഇതുപോലെ 4 വയറുകളാണ് വരുന്നത്. നമുക്കെല്ലാം തന്നെ 2.5 ആയാലും മതി. എർത്ത് മാത്രം 1.5 കൊടുത്താലും കുഴപ്പമില്ല. ബാക്കിയെല്ലാം 2.5 തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ആദ്യമേ തന്നെ നോക്കുക, ഇത് നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും, ഒരു 3 പിൻ ടോപ്പ് വെച്ച് നമ്മൾ ചാർജ് ചെയ്യുന്നു. അതായത് ഇൻവെർട്ടർ ഇപ്പോൾ വെക്കാത്ത അവസ്ഥയിൽ നമുക്ക് ഇൻവെർട്ടർ സെക്ഷനിലേക്ക് കറണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുത്തിയിടേണ്ട അത്യാവശ്യമാണ്. നമ്മൾ ഇനി നോക്കുക, ഇൻവെർട്ടർ നമ്മൾ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഊരിയെടുക്കുക. ഇപ്പോൾ നമ്മൾ നോക്കുക, ഇൻവെർട്ടറിൻ്റെ ചാർജിങ് സെക്ഷന് വേണ്ടിയിട്ടാണ് ഈ 3 പിൻ ടോപ്പ് ഈ 3 മോഡ്യൂളിൻ്റെ ബോക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ പോലെ തന്നെ കണക്ഷൻ ഫേസ്, ന്യൂട്രൽ, എർത്ത്, പിന്നെ 1 വേ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഫേസ് ഒന്ന് ചാർജിങ്. അതായത് ഇൻവെർട്ടർ നമ്മൾ വെക്കുന്ന സമയത്ത് ഇൻവെർട്ടറിന് 2 വയറുകളാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് മെയിനായിട്ട് ചാർജിങ് സെക്ഷന് വേണ്ടിയിട്ടും പിന്നെ ഒരു ഔട്ടിന് വേണ്ടിയിട്ട് ഒരു ഇൻവെർട്ടറിൽ തന്നെ ഒരു പ്ലഗ് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ മോഡ്യൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ചാർജിങ്ങിന് വരുന്ന 3 പിൻ ടോപ്പ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുക, അത് ഇൻവെർട്ടറിനെ. അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ബാക്കിൽ നമുക്ക് കുത്താനായിട്ട് ഇതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ഔട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ഔട്ട് നമ്മൾ ആ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്ന ആ വയർ ഉണ്ട്, ആ വയർ നേരെ ഇൻവെർട്ടറിൻ്റെ ഔട്ടിലേക്ക് നമ്മൾ ആ 3 പിൻ ടോപ്പ് അടിച്ചിട്ടാണ് നേരെ ഇൻവെർട്ടറിൻ്റെ ബാക്കിലേക്ക് കുത്തി കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അപ്പുറത്തെ 3 മോഡ്യൂളിൻ്റെ ആ ബോക്സിൽ നിന്നും ഇൻവെർട്ടർ ചാർജായി ഇപ്പുറത്ത് നമ്മൾ മാറ്റിയിട്ട് 3 പിൻ ടോപ്പ് നിന്ന് ഔട്ടായിട്ട് നേരെ DBയിലേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മൾ ഇൻവെർട്ടർ വെക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഓൾറെഡി അപ്പോൾ കുത്തിയിടണം. കാരണം KCBയിൽ നിന്നുള്ള ലൈൻ ഇവിടെ ചാർജ് ചെയ്ത് വന്നു. ഇൻവെർട്ടറിൻ്റെ ഔട്ടിലേക്ക് നമുക്ക് ഇപ്പോൾ ഇൻവെർട്ടർ വെക്കാത്ത സമയത്ത് നമുക്ക് സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് KCB ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പ്ലഗ് അതിലേക്ക് കുത്തിയിടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഇത് ചാർജിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന MCB ആണ്. അതായത് KCBയിൽ നിന്ന് നേരെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന MCB, അതിൽ നിന്ന് നേരെ റിട്ടേൺ വരുന്ന MCB, അതായത് ഇൻവെർട്ടറിൻ്റെ ഔട്ട് വരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലഗ് സോക്കറ്റിൽ നിന്ന് റിട്ടേൺ വരുന്ന MCB 10ലേക്ക് കൊടുത്തു. അതിൽ നിന്ന് നേരെ ഔട്ട് പോകുന്നത് ഇൻവെർട്ടറിൻ്റെ നമ്മുടെ വീടുകളിൽ മൊത്തം കൊടുത്തിരിക്കുന്ന ഇൻവെർട്ടർ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ കണക്ഷനാണ്. അതായത് വേറെ ഒന്നുമില്ല, നമ്മൾ ഇൻവെർട്ടർ വെക്കുന്ന സമയത്ത് നമ്മളിത് ഓൾറെഡി രണ്ടും വിടിയിച്ചെടുത്തതിന് ശേഷം സെപ്പറേറ്റ് കുത്തി കൊടുക്കുക. ഇൻവെർട്ടർ വെക്കാത്ത സമയത്ത് ഇതേപോലെ കണക്ട് ചെയ്തിടുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇൻവെർട്ടർ വെക്കുന്ന ജസ്റ്റ് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.